ഇതുപോലൊരു വേസ്റ്റ് ട്രിപ്പ് ഞങ്ങൾ അവിടെ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോ ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്ന അവസ്ഥയായിരുന്നു. മ്യൂസിയംസ് ആയാലും അവിടുത്തെ ടൂറിസ്റ്റ് സ്പോട്ട് എല്ലാം കുറെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ പൈസയും മിസ്സായി. ഹലോ, താണ്ട ഞങ്ങളുടെ സ്കോട്ട്ലാൻഡ് ട്രിപ്പ് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഇത് ലണ്ടൻ ഗാത്വിക് എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾ ചെക്കിംഗ് ഒക്കെ ചെയ്ത് അകത്തേക്ക് കയറി. പെട്ടെന്ന് ഞങ്ങൾക്ക് വേണം, എനിക്ക് വിശക്കുന്നു, എനിക്ക് കോഫി വേണം. അങ്ങനെ കോഫി കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ റിലാക്സ് ആയിട്ട് പതുക്കെ ഗേറ്റിലോട്ട് നടക്കുമ്പോഴാണ് ഞങ്ങളുടെ ആ ഒരു യാത്രയിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകാൻ പോകുന്ന അറിയുന്നത്. സ്കോട്ട്ലാൻഡിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് മിസ്സായി. നമ്മളെയും പിടിച്ചു നോക്കി. പക്ഷേ അതല്ല ഏറ്റവും വലിയ കാര്യം, ആ എയർപോർട്ടിൽ കിടന്ന് തന്നെ ഒരു 1.5 hour ചുറ്റിന് ചോദിച്ചു. അവിടെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, ഫ്ലൈറ്റ് ഡെസ്കിൽ ആരുമില്ല. ആ സമയത്ത് വീഡിയോ എടുക്കണമായിരുന്നു. പക്ഷെ എൻ്റെ മാനസികാവസ്ഥ ഭയങ്കര മോശമായിരുന്നു. 6:25 എന്ന് പറഞ്ഞ് പോകേണ്ട സമയത്ത് ഞങ്ങൾ 6 മണിയായപ്പോൾ അവിടെ എത്തിയിട്ട് അവർ പറയാം ഫ്ലൈറ്റ് എടുത്തു, ഇനി പറ്റത്തില്ല. നമ്മുടെ മിസ്റ്റേക്ക് ആണില്ല. ഞങ്ങളിപ്പോ നിക്കുന്നത് എവിടാ? കിങ് ക്രോസ് റെയിൽവേ സ്റ്റേഷനിലാണ്. ഹാരി പോട്ടർ സിനിമയില് അവന്മാര് മാന്ത്രിക വിദ്യകൾ പഠിക്കാനായിട്ട് എവിടെ നിന്നാണോ ട്രെയിൻ കയറണേ അവിടെ നിന്ന് കയറണം. അതായിരിക്കാം ഞങ്ങളുടെ വിധി. സോ അങ്ങോട്ടേക്ക് അവിടെ നിന്ന് തന്നെ യാത്ര തുടങ്ങും. ഹാരി പോട്ടർ വേൾഡിൽ പോകാൻ ഇത് തന്നെ ആയിരിക്കും ഒരു സ്റ്റാർട്ടിങ്. ഫോട്ടോ എടുക്കാൻ പറ്റില്ല, ആഗ്രഹമുണ്ട്. നല്ല ക്യൂ ആണ്. പക്ഷേ 11 മണിക്കാ ഫ്ലൈറ്റ്. ഇനി ഫ്ലൈറ്റ് ഇല്ല, ട്രെയിനാണ്. ഇനി 11 മണിക്ക്. ഇപ്പോൾ ഓൾമോസ്റ്റ് 9:25 ആയി. ഇനി ആ ട്രെയിനൂടെ മിസ് ചെയ്യാൻ പറ്റില്ല. സമയത്തിന് എത്തണം. ഞാൻ അതിൻ്റെ പ്ലാറ്റ്ഫോം കൂടെ കണ്ടുപിടിക്കണം. സോ ഇതാണ് ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് വിശേഷങ്ങൾ. This train is formed of 8 coaches. Sir Nigel Graysley, Chief Mechanical Engineer. So ഇനി എന്താ പരിപാടി മാനുവല? സങ്കടം മാറാൻ. നിങ്ങൾ എടുക്കേണ്ട പ്ലാറ്റ്ഫോം 0. ഇതാണ് ഞങ്ങളുടെ ട്രെയിൻ. ഇത് മൈൻഡ് ദി ഗ്യാപ്പ്. മീറ്റിങ്ങിന് ശേഷം ഞാൻ എന്തൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടെന്ന് പറയാം, ചെയ്യുന്ന ഫോട്ടോ ഒക്കെ എല്ലാം പോയി. വെയിറ്റിങ്ങിന് ശേഷം കേൾക്കാൻ എനിക്ക് ഡൗട്ടുണ്ട്. ട്രെയിനിൽ കയറി. ട്രെയിനിൽ പോകാനാണ് യോഗം, തിരിച്ചു വരാൻ ഫ്ലൈറ്റും. ഞാനവിടെ ഉറക്കം കഴിഞ്ഞിട്ടിരിക്കുന്ന മേനല് നല്ലതായിട്ട് സുഖനിദ്രയായിരുന്നു. Shortly be arriving at Berwick-upon-Tweed. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. Follow us on Twitter and Facebook or visit LN. നീണ്ട 4.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളുടെ സ്വപ്ന നഗരത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്, എഡിൻബറ. പക്ഷെ എത്തിയപ്പം തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. സോ അടുത്ത് നല്ല ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചിട്ട് ആ നഗരം ചുറ്റിക്കാണാനുള്ള പരിപാടിയിലേക്കാണ് ഞങ്ങളുടെ യാത്ര ഇനി അങ്ങോട്ടേക്ക്. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് നേരെ ടൗൺ സെൻറ്ററിലേക്കാണ് പോയത്. ഹാർട്ട് ഓഫ് ദി എഡിൻബറ എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാമല്ലോ. അവിടെ കുറച്ച് നല്ല തിരക്കും ഉണ്ടായിരുന്നു. സ്ട്രീറ്റ് പെർഫോമേഴ്സിൻ്റെ
പെർഫോമിങ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. സോ നമുക്കതൊന്ന് കേട്ടാലോ, അവരുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്ന്. പോണ്ട